ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് നല്ല കുറുകിയ ചാറുള്ള മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. അയിലയാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പതിവ് പോലെ ഒരു ചീനച്ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ നമ്മൾ ഉലുവ വറക്കും കേട്ടോ. ആദ്യം ഒരു 2 ചെറിയ ടീസ്പൂൺ ഉലുവ ഇടുക. പിന്നെ ഒരു 2 ഇടത്തരം സവാള കൊത്തിയരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, വേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ കുറച്ച് സവാള കൂടുതൽ വേണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല കുറുകിയ ചാറ് കിട്ടണമെങ്കിൽ സവാള അധികം വേണം. അപ്പോൾ വഴറ്റുന്നതിൻ്റെ ഒപ്പം കുറച്ച് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. ആദ്യം മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഇതിൽ മല്ലിപ്പൊടി കൂടുതൽ വേണം, മുളകിനേക്കാളും മല്ലിപ്പൊടി കൂടുതൽ വേണം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. അതുപോലെ മുളക് പൊടി ആവശ്യത്തിന്. നമ്മൾ 2 തരം മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. കാശ്മീരി ഉപയോഗിക്കുന്നുണ്ട്, നല്ല എരിവുള്ളത് മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം എരിവിൻ്റേത്. അപ്പോൾ ഒരല്പം പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് 3 അല്ലി കുടംപുളിയാണ്. അപ്പോൾ ഞാനിത് കുടംപുളി ചേർക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മൊബൈലിൻ്റെ സ്പേസ് കഴിഞ്ഞ് അത് കട്ടായി. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ 3 അല്ലി കുടംപുളി ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം മതി. നമ്മൾ 25 ഗ്രാം പാക്കറ്റിൻ്റെ പകുതി നമുക്ക് ഇത് ചേർത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കട്ട കുത്തി. അപ്പോൾ ആ പാക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല കുറുകുറാന്നുള്ള ഗ്രേവി ആയി കഴിഞ്ഞു. അപ്പോൾ നന്നായി അത് കുറുകി കഴിയുമ്പോൾ, ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് മീൻകറി വെക്കുന്നത്. മൺചട്ടി ഉണ്ട്, പക്ഷേ ഇങ്ങനെ വറുത്ത് എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അലുമിനിയത്തിൻ്റെ ചീൻചട്ടി ഉപയോഗിക്കുന്നു. സ്റ്റീലിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ വഴറ്റി കഴിഞ്ഞിട്ട് സ്റ്റീലിൻ്റെ ചട്ടിയിലേക്ക് പകർത്തിയെന്ന് മാത്രം കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. പിന്നെ നന്നായി തിളച്ച് കഴിയുമ്പോൾ, അതായത് ഒന്ന് നന്നായി വെന്ത് കുറുകി തോന്നുമ്പോൾ അതിൽ മീനിട്ട് കൊടുക്കുക. നമ്മളൊരു 4-5 അയിലയാണ് ഇതിലിട്ടത്. 3 കഷ്ണമാക്കിയിട്ടാണ് ഞങ്ങൾ ഇടാറ്. ചെറിയ അയിലയാണെങ്കിൽ 2 കഷ്ണമാക്കും. ഇതൊരു ഇടത്തരം അയിലയായിരുന്നു. പിന്നെ നമ്മൾ മീനിട്ട് കഴിഞ്ഞിട്ട് കയ്യിലോണ്ട് ഇളക്കാൻ ശ്രമിക്കരുത് പരമാവധി. ഒന്ന് ചീനച്ചട്ടി ഒന്ന് എടുത്ത് ചിറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അതാണ് മീൻ ഉടയാതിരിക്കുക. ഇത് നന്നായി ഒരു മീനിൻ്റെ ഭാഗത്തിന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വേപ്പിലിട്ട് മേമ്പൊടി പോലെ വേപ്പില വിതറുക. ഇപ്പോൾ സംഭവം മീൻകറി റെഡിയാണ്. നമ്മുടെ കൺമുന്നിൽ മീൻകറി റെഡിയാണ്. നല്ല മീൻകറി, നല്ല ഷാപ്പ് കറി എന്നൊക്കെ പറയാൻ പറ്റുന്ന മീൻകറി റെഡിയാണ്.